പ്രതിസന്ധി തീരാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം. കണ്ണൂർ വേണമെന്നതിൽ കടുംപിടുത്തം തുടർന്ന് സുധാകരൻ. ആദ്യഘട്ട പട്ടിക ഇന്നോ നാളെയോ. ഇടുക്കിയും ഏറ്റുമാനൂരും വിട്ടു നൽകാൻ ജോസഫ് ഗ്രൂപ്പ്. ഏറ്റുമാനൂരിന് പകരം പൂഞ്ഞാർ കൊടുത്താൽ എതിർക്കുമെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം. ലീഗുമായി സീറ്റ് വെച്ചുമാറലില്ല. പ്രചാരണ രംഗത്ത് സജീവമായി ഇടതുമുന്നണി. കേരള കോൺഗ്രസിന് നൽകുക 12 സീറ്റ് മാത്രം. പാലക്കാട്ട് NMR റസാഖിനെ പരിഗണിക്കുന്നു. പയ്യന്നൂരിൽ മധുസൂദനെതിരെ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കും. അമ്പലപ്പുഴയിൽ G സുധാകരനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ്. വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും കണ്ട് സുധാകരൻ. നെന്മാറ MLA K ബാബുവിനെ UDF സ്വതന്ത്രനാക്കാൻ നീക്കം. കോൺഗ്രസ് കൈവിട്ടതോടെ CC മുകുന്ദൻ BJPയിലേക്ക്. NDA ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക നാളെ. BJP സ്ഥാനാർത്ഥികളെ ഒരുമിച്ച് പ്രഖ്യാപിക്കുവാൻ നീക്കം. ബുധനാഴ്ചയ്ക്കകം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ ഘടകകക്ഷികൾക്ക് നിർദ്ദേശം. സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി മങ്കടയിൽ മുസ്ലിം ലീഗിൽ കലാപം. നിയോജക മണ്ഡലം പ്രസിഡന്റിനെ പദവിയിൽ നിന്ന് നീക്കി. കുന്നത്ത് മുഹമ്മദിനെ നീക്കിയത് മഞ്ഞളാംകുഴി അലിക്കെതിരായ നിലപാടിനെ തുടർന്ന്. അസമിലും തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും സ്ഥാനാർത്ഥി ചർച്ചകൾ തുടരുന്നു. അസമിൽ 65 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസ്. തമിഴ്നാട്ടിൽ DMK സഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ച തുടരുന്നു. വിജയുടെ TVKയെ മുന്നണിയിലെത്തിക്കാൻ BJP ശ്രമം. ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം തുടർന്ന് ഇറാൻ. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവള പരിസരത്ത് ഡ്രോൺ അവശിഷ്ടം ഇന്ധന ടാങ്കറിൽ പതിച്ചതോടെ വൻ അഗ്നിബാധ. ഈജിപ്ഷ്യൻ വിദേശമന്ത്രി UAEയിൽ. ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ സുപ്രധാന ചർച്ച. 93,000 മെട്രിക് ടൺ LPGയുമായി 2 ഇന്ത്യൻ ടാങ്കറുകൾ ഗുജറാത്തിലേക്ക്. ശിവാലിക് ഇന്ന് മുദ്ര തീരത്ത്. നന്ദാദേവി ചൊവ്വാഴ്ച തീരത്തണയും. കൂടുതൽ ടാങ്കറുകൾക്ക് അനുമതി കിട്ടാനായി ഇറാനുമായി ചർച്ച. 6 ഓസ്കർ പുരസ്കാരങ്ങളുമായി വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച നടൻ മൈക്കിൾ ബി. നടി ജെസി ബക്സി. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം സിന്നേഴ്സിന്. മികച്ച ഛായാഗ്രഹണത്തിന് ഓസ്കാർ നേടുന്ന ആദ്യ കറുത്ത വർഗക്കാരിയായി ഓട്ടം ഡ്യൂറൾട്ട്. മുൻ കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് കോടതി. കുടുംബത്തിന്റെ ഹർജിയിൽ നിർണായകമായ ഉത്തരവ്. PP ദിവ്യയുടെ ഫോൺ വിവരങ്ങൾ മുഴുവൻ ശേഖരിക്കണം. ഓൺലൈൻ തട്ടിപ്പ് പരാതിയിൽ കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി അറസ്റ്റിൽ. പിടിയിലായത് K സുധാകരന്റെ അടുത്ത അനുയായി. കല്ലിക്കോടൻ രാകേഷിനെ പിടികൂടിയത് 1 കോടി തട്ടിയെന്ന പരാതിയിൽ. നിലമ്പൂരിൽ മരുമകളെ വെട്ടിക്കൊന്ന അമ്മായിയമ്മ അറസ്റ്റിൽ. കൊല്ലപ്പെട്ടത് കൂറ്റമ്പാറ സ്വദേശി സുനിൽ ബാബുവിന്റെ ഭാര്യ രജില. കൊലപാതകത്തിൽ കലാശിച്ചത് ചായ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം. തിരുവനന്തപുരം കാഞ്ഞിരംകുളത്ത് KSRTC ബസ് ഇടിച്ച് ഒരാൾ മരിച്ചു. നിയന്ത്രണം വിട്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറിയ അപകടം. കൊല്ലപ്പെട്ടത് ഓട്ടോ ഡ്രൈവർ സുധാകരൻ. ഓട്ടോ തൊഴിലാളികൾക്ക് പരുക്ക്. തർക്കം പരിഹരിച്ച് എത്രയും വേഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. സിറ്റിംഗ് MLAമാർ അടക്കം ഒറ്റ പേരിലെത്തിയ 40 പേരുടെ ആദ്യഘട്ട പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. ശേഷിക്കുന്നവരുടെ കാര്യത്തിൽ നാളെ നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലാകും തീരുമാനമുണ്ടാവുക. എന്നാൽ പകുതിയിൽ താഴെ സീറ്റുകൾ മാത്രമേ ധാരണയായിട്ടുള്ളൂ എന്നതും MPമാർ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനത്തിലെത്താൻ ഇതുവരെ കഴിയാത്തതും കോൺഗ്രസിന് വെല്ലുവിളിയായി തുടരുകയാണ്. സിറ്റിംഗ് MLAമാർ ഉൾപ്പെടെ 40 പേരുടെ ആദ്യഘട്ട പട്ടിക ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ ഉണ്ടായേക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആദ്യഘട്ടത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം കഴിഞ്ഞ ആഴ്ച ചേർന്നപ്പോൾ 31 പേരുടെ പേരുകൾക്ക് കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ശേഷിക്കുന്ന ഒരു 9 പേരുടെ കൂടി പേരുകൾ കൃത്യമായി തർക്കങ്ങൾ ഒഴിവാക്കി ഒറ്റ പേരിലേക്ക് എത്തിയതിനു ശേഷം 40 പേരുടെയോ അല്ലെങ്കിൽ 45 പേരുടെയോ പട്ടികയായി ആദ്യഘട്ടം പുറത്തിറക്കിയാൽ മതിയെന്നൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുകയായിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഡൽഹിയിൽ നാളെ നടക്കാൻ പോകുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം നിർണായകമായി മാറുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്
തിരുവനന്തപുരത്ത് നേമത്തുൾപ്പെടെ ആരാകണം സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തർക്കങ്ങൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നാളെ തന്നെ ഈ സീറ്റുകളുടെ കാര്യത്തിൽ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെ അടക്കം സീറ്റുകളുടെ കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്താനുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം CMBക്ക് വിട്ടുകൊടുക്കുക, അതോടൊപ്പം വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ മത്സരിക്കുക, അതോടൊപ്പം കോവളത്ത് സിറ്റിംഗ് എംഎൽഎയായ M വിൻസെന്റ്. ഇതിന് പുറമെ ബാക്കി ശേഷിക്കുന്ന 11 ഇടങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നാളത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ നിർണായകമായ തീരുമാനം തിരുവനന്തപുരവും ജില്ലയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ ബാക്കി 11 മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കുമെന്നാണ് സൂചന. കാരണം 8 സീറ്റുകളെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് മാത്രം പിടിച്ചാലേ അധികാരത്തിലേക്ക് വരാൻ കഴിയൂ എന്നുള്ള കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് ക്യാമ്പ്. അതുകൊണ്ട് തന്നെ തർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവനന്തപുരത്തെ അടക്കം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള നീക്കമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഹൈക്കമാൻഡുമായി ചർച്ചയ്ക്ക് കെ സുധാകരൻ സമ്മതം അറിയിച്ചിരിക്കുകയാണ്. കണ്ണൂരിലുള്ള സുധാകരൻ നാളെ ഡൽഹിയിലെത്തും. എന്നാൽ കണ്ണൂർ സീറ്റ് വേണമെന്ന നിലപാടിൽ ഇപ്പോഴും സുധാകരൻ ഉറച്ചു നിൽക്കുകയാണ്. കെ സുധാകരന് തനിച്ച് സീറ്റ് നൽകാം, അല്ലെങ്കിൽ ഒരു ഇളവ് അനുവദിക്കാമെന്നൊരു ചർച്ചകൾ, അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ കഴിഞ്ഞ ദിവസം ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലടക്കം ഉയർന്നു വന്നിരുന്നു. പക്ഷേ അപ്പോൾ അതിന് വെല്ലുവിളിയായി മാറിയത് 5 MPമാർ സമാനമായ തരത്തിൽ കെ സുധാകരന് പുറമെ 5 MPമാർ മത്സര സന്നദ്ധത അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയൊരു സാഹചര്യത്തിൽ 5ഓ 6ഓ ഇടങ്ങളിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ഇപ്പോൾ ആലോചിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. 2 സാധ്യതകളാണ് നിലവിലുള്ളത്. ഒന്ന്, കെ സുധാകരൻ ഡൽഹിയിലെത്തുമ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷനും അദ്ദേഹവുമായി ചർച്ച നടത്തി അദ്ദേഹത്തിന് മുമ്പിൽ ചില ഉപാധികളൊക്കെ വെച്ച് പറഞ്ഞ് ഇപ്പോഴുള്ള കാര്യങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു MPമാർക്കും ഇളവ് അനുവദിക്കേണ്ടതില്ല എന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ താൽപര്യം, അത് അദ്ദേഹത്തെ കൂടെ ബോധ്യപ്പെടുത്താനുള്ള ഒരു നീക്കം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. അതല്ല, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല, അതേ നിലപാടിൽ തുടരുകയാണ് എങ്കിൽ ഗത്യന്തരമില്ലാതെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് നിൽക്കുന്ന മറ്റ് 3 പേർക്ക് കൂടി, ഏറ്റവും കുറഞ്ഞത് 3 പേർക്ക് കൂടിയെങ്കിലും സുധാകരന് പുറമെ സീറ്റ് നൽകേണ്ടി വരും. അങ്ങനെ വന്നാൽ 4 MPമാർ മത്സരിക്കുന്ന സാഹചര്യമായിരിക്കും വരിക. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതെ MPമാരെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് മാറ്റി നിർത്താനുള്ള ഒരു നീക്കം പരമാവധി വിജയകരമായി നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് നോക്കുന്നത്. സംസ്ഥാന നേതൃത്വം ഒറ്റക്കെട്ടായി പറയുന്നു MPമാർ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരേണ്ടതില്ല എന്ന കാര്യം. പക്ഷേ അത് അംഗീകരിക്കാൻ MPമാരിൽ ചിലർ തയ്യാറായിട്ടില്ല എന്നതാണ് നിലവിൽ ഈ രാഷ്ട്രീയ സാഹചര്യം ഒരു അനിശ്ചിതത്വത്തിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തെ എത്തിച്ചിരിക്കുന്നത്. നാളത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ഈ കാര്യത്തിലടക്കം ഒരു തീരുമാനമുണ്ടാകും. മാത്രമല്ല, രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയുമായി നടത്തുന്ന ചർച്ചയിൽ സുധാകരനെ മത്സരിപ്പിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലടക്കം കണ്ണൂരിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അനിശ്ചിതത്വം നീക്കാൻ ഒരു ദിവസത്തിന് കൂടെ കാത്തിരിപ്പ് വേണം എന്നതാണ് രാഷ്ട്രീയ സാഹചര്യം. അതല്ല, സുധാകരന് മത്സരിക്കാനായില്ല എങ്കിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു പേര്, അദ്ദേഹത്തിന്റെ പരിഗണനയിലുള്ള ഒരു പേര് കണ്ണൂരിൽ പരിഗണിക്കാമെന്ന് ഉറപ്പ് നേതൃത്വം നൽകിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിനോട് പോസിറ്റീവായ അനുകൂലമായ ഒരു സമീപനമല്ല ഇന്നലെ വരെയും സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള പ്രചരണ സമിതി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് എങ്ങനെയും ഡൽഹിയിലെത്തണം, മറ്റ് പ്രകോപനങ്ങളിലേക്കൊന്നും നീങ്ങരുത്, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന ഒരു സന്ദേശം കൈമാറിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് അദ്ദേഹം നാളെ ഡൽഹിയിലേക്ക് എത്തുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം കോൺഗ്രസുമായി ഉഭയകക്ഷി ചർച്ചകൾ മുസ്ലിം ലീഗ് പൂർത്തിയാക്കി. തിരുവമ്പാടി സീറ്റിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും. പട്ടാമ്പി സീറ്റുമായി വെച്ചുമാറ്റമില്ലെന്ന് വ്യക്തമായിരിക്കുകയാണ്. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ് ഇതോടെ തവനൂരിൽ മത്സരിക്കേണ്ടി വരും. വേങ്ങരയിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറിയേക്കും. PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഞങ്ങളെ സീറ്റ് ചർച്ച പൂർത്തിയാക്കി അതൊക്കെ റിപ്പോർട്ട് ചെയ്തു. അത് വെച്ചിട്ട് ഇന്ന് നേതാക്കന്മാരൊക്കെ തങ്ങൾ കാണുകയാണ്. അപ്പോൾ ഒറ്റക്കും കൂട്ടായും തങ്ങൾ നടത്തുന്ന ചർച്ചയാണെന്ന്. ആ പ്രോസസ്സ് പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നലെ പറഞ്ഞാൽ സമയം നിശ്ചയിച്ച് നിങ്ങളോട് പറയാം. അതിന് മുമ്പ് ഇല്ല. താമസിക്കേണ്ട കാര്യമില്ലല്ലോ. കോൺഗ്രസിന്റെ റിപ്പോർട്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നതും അവർ ഉടനെ തന്നെ എല്ലാം തീരുമാനിക്കും എന്നാണ്. എല്ലാം പോസിറ്റീവ് തന്നെയാണ്. LDF അത്ര മുമ്പിലൊന്നുമല്ല. അവരുടെ ഘടകകക്ഷികളൊന്നും മുഴുവൻ തീരുമാനിച്ചില്ലല്ലോ. കേരള കോൺഗ്രസിൻ്റെ ഒക്കെ ബാക്കിയല്ല. അപ്പോൾ സ്വാഭാവികം, പെട്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ പെട്ടെന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ചതല്ലേ. അപ്പോൾ അതുകൊണ്ട് 1-2 ദിവസമൊക്കെ നിങ്ങൾക്ക് ക്ഷമിക്കാം. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാനാണ് താൽപര്യമെന്ന നിലപാടിലാണ് ഇപ്പോഴും PMA സലാം. പാർട്ടി നേതൃത്വം എന്ത് നിർദ്ദേശം നൽകിയാലും അനുസരിക്കുമെന്നും PMA സലാം പറഞ്ഞു.
അങ്ങ് മത്സരിക്കാൻ തയ്യാറാണോ അതോ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം തുടരാനാണോ താല്പര്യപ്പെടുന്നത്? ഇല്ല, ഞാനിപ്പോൾ ഒരു നല്ല സ്ഥാനത്താണ്. പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ ഒരു പദവിയിൽ ഇരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒഴിവാകണോ, പാർലമെൻ്ററി രംഗത്തേക്ക് വരണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി എന്ത് തീരുമാനിച്ചാലും അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും. ഏതായിരുന്നാലും ഇന്ന് നാളെയൊക്കെ അതിൻ്റെ ചിത്രം തെളിയും. സെക്രട്ടറി സ്ഥാനത്ത് തുടരണമെങ്കിൽ പിന്നെ പാർലമെൻ്ററി പാർട്ടി രംഗത്തേക്ക് പോകാൻ കഴിയില്ല. ആ രംഗത്താണെങ്കിൽ ഇതിലേക്കും കഴിയില്ല എന്നാണ് പിന്നെ നേരത്തെയുള്ള ഒരു തീരുമാനം. ഇപ്പോൾ ഈ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് പാർട്ടിയാണ് ചെയ്യേണ്ടത്. ഈ ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരാനാണ് താല്പര്യം എന്ന് അറിയിച്ചിട്ടുണ്ടോ? അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എനിക്ക് സത്യത്തിൽ താല്പര്യം അത് തന്നെയാണ്. ഞാനത് ബഹുമാനപ്പെട്ട നേതാക്കളെ ആ കാര്യം അറിയിച്ചിരുന്നു. പക്ഷേ പാർട്ടി എന്ത് തീരുമാനം എടുത്താലും അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും. കോൺഗ്രസുമായുള്ള സീറ്റ് ചർച്ച പൂർത്തിയാക്കിയിട്ടുണ്ട് മുസ്ലിം ലീഗ്. പക്ഷേ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം ആയിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ തന്നെ മുസ്ലിം ലീഗ് മത്സരിക്കുന്നു. ഒരു വെച്ചുമാറൽ ഇല്ല എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു തീരുമാനത്തിലേക്ക് അന്തിമമായി എത്തുവാനുള്ള തടസ്സങ്ങൾ എന്താണ്? മങ്കടയിൽ ഒരു തർക്കമുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അവിടെ ചില അസ്വാരസ്യങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പിന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ലേ? ഏറ്റവും പ്രധാനമായ കാര്യം, ഇത്തവണ പാണക്കാട് തങ്ങൾ കൂടുതൽ ശക്തമായി ഇടപെടുന്നു എന്നതാണല്ലോ. അത് ലീഗ് രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഉണ്ടാകാത്തതാണ്. തീർച്ചയായും മഞ്ജുഷ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ തീരുമാനങ്ങൾ അത് വളരെ സസ്പെൻസ് ആയിട്ട് തന്നെ തുടരുന്ന സാഹചര്യം. ഓരോ മണ്ഡലത്തിലെയും ഇപ്പോൾ സാഹചര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. ഇപ്പോൾ ഓരോ മണ്ഡലം ഭാരവാഹികളും പ്രധാനപ്പെട്ട ഭാരവാഹികളും അദ്ദേഹത്തെ നേരിട്ടിൽ കണ്ട് ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം, പാണക്കാട് സാദിഖ് അലി തങ്ങൾക്ക് മുമ്പിലാകെ വന്ന അഭിപ്രായങ്ങളിൽ ഒന്ന് KM ഷാജിയെ വേങ്ങരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത്തരത്തിൽ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറുന്ന സാഹചര്യത്തിൽ വേങ്ങരയിലേക്ക് KM ഷാജിയെ മത്സരിപ്പിക്കാനുള്ള ഒരു ആലോചന പുരോഗമിക്കുന്നുണ്ട്. അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതിൻ്റെ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമായിട്ടും പല സിറ്റിംഗ് MLA-മാർക്കും സീറ്റുകൾ വെച്ചുമാറുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊണ്ടോട്ടിയിൽ നിന്ന് നിലവിലെ MLA ആയ TV ഇബ്രാഹിം അദ്ദേഹം വള്ളിക്കുന്നിലേക്ക് മാറുമെന്ന തരത്തിലുള്ള സൂചനകളുണ്ട്. കോട്ടയ്ക്കൽ MLA അബ്ദുൽ ഹുസൈൻ തങ്ങൾ തിരുവനന്തപുരയിൽ മാറാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത്തരത്തിൽ പല സിറ്റിംഗ് MLA-മാർക്കും മണ്ഡലങ്ങൾ വെച്ച് മാറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്ന തരത്തിൽ തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ടേം വ്യവസ്ഥകൾക്കും അതിനപ്പുറത്തുമായിട്ടുള്ള 5 MLA-മാർ അവർ ഇത്തവണ മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അത് മഞ്ചേരിയിലും അതുപോലെ തന്നെ വള്ളിക്കുന്നിലും അതുപോലെ തിരൂരങ്ങാടിയിലും കാസർഗോഡും മലപ്പുറത്തും ഈ MLA-മാർ മാറാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫാത്തിമ തഹലിയെ കുന്നമംഗലത്തേക്ക്, വനിതാ സ്ഥാനാർത്ഥികളിൽ നേരത്തെ പറഞ്ഞ് കേൾക്കാത്തൊരു പേരാണ് തഹലിയുടേത്, അവരെ കുന്നമംഗലത്തേക്ക് പരിഗണിക്കുന്ന വിവരവും ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ തികച്ചും അപ്രതീക്ഷിതമായുന്ന സസ്പെൻസ് നിറഞ്ഞ തരത്തിൽ തന്നെയാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുന്നത്. സിറ്റിംഗ് MLA-മാർക്ക് ആരൊക്കെ സീറ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇന്ന് വൈകുന്നേരത്തോട് കൃത്യമായ ധാരണയുണ്ടാകും. സീറ്റുകൾ വെച്ച് മാറാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, തിരുവമ്പാടിയിൽ ലീഗ് മത്സരിക്കും. ലീഗ് ചിഹ്നത്തിൽ തന്നെ, പാർട്ടി ചിഹ്നത്തിൽ തന്നെയായിരിക്കും മത്സരിക്കുക. പാർട്ടിയുടെ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ഉണ്ടാകുക. പൊതുസ്വതന്ത്രം ആയിരിക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന വ്യക്തമായിട്ടുള്ള വിവരം. പക്ഷേ അനുമോദ്, അതേസമയം കോൺഗ്രസിന്റെ പട്ടിക പൂർത്തിയാക്കാത്തതും തർക്കം തുടരുന്നതുമാണോ ഒരുമിച്ച് പ്രഖ്യാപിക്കാം എന്ന രീതിയിൽ മാറ്റിവെക്കുവാൻ കാരണമായിരിക്കുന്നു? അതോ ലീഗ് പട്ടിക പൂർത്തിയാകുവാൻ ഇനിയും സമയമെടുക്കുമെന്നാണോ? പ്രധാനമായിട്ടും ഈ കോൺഗ്രസുമായിട്ടുള്ള വെച്ചുമാറ്റ കാര്യത്തിൽ ഒരു തർക്കം നിലനിന്നിരുന്നു. അതാണ് പ്രധാനമായിട്ടും ഈ ഒരു പട്ടിക വൈകാനുള്ളൊരു കാരണമായി ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത്. അത് ഇന്നലത്തോടെ ഈ തിരുവമ്പാടി പട്ടാമ്പി വെച്ചുമാറ്റം ഉണ്ടാകില്ല എന്ന ധാരണ വന്നതോടെ അക്കാര്യത്തിൽ കൃത്യമായ ഒരു ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ UDF മുന്നണി എന്ന നിലയ്ക്ക് കോൺഗ്രസ് ആദ്യം പ്രഖ്യാപിക്കട്ടെ എന്നൊരു തീരുമാനമുണ്ട്. അതോടൊപ്പം തന്നെ ലീഗിനുള്ളിൽ ചില സീറ്റുകളിൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ചില സീറ്റുകളിലൊക്കെ ഈ MLA-മാർ തന്നെ പരസ്പരം വെച്ചുമാറി മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. അതിലൊക്കെ ഒരു അന്തിമ ധാരണ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള സാഹചര്യം. അതാണ് ഇവിടെ ഈ ഒരു പട്ടിക വൈകാനുള്ള പ്രധാനമായിട്ടുള്ള കാരണമായിട്ട് വിലയിരുത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ച മങ്കടയടക്കമുള്ള മണ്ഡലങ്ങളിൽ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചില ചർച്ചകളിലൂടെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു സമയം കൂടി ഇവിടെ എടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിന് പ്രധാനമായിട്ട് കാരണമായി പറയുന്നത് കോൺഗ്രസ് അവരുടെ പട്ടിക പ്രഖ്യാപിക്കട്ടെ എന്ന തരത്തിലൊരു മുന്നണി മര്യാദ എന്ന തരത്തിൽ ലീഗ് പറയുമ്പോഴും ലീഗിനുള്ളിൽ ചില സീറ്റുകളിൽ ചർച്ചകൾ പൂർത്തീകരിക്കേണ്ടതായ സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. എന്താണെങ്കിലും ഇന്ന് വൈകുന്നേരത്തോടെ ഈ കാര്യങ്ങളിൽ കൃത്യമായ ധാരണയാകും. നാളെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അതേസമയം സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി മങ്കടയിൽ മുസ്ലിം ലീഗിൽ കലാപമുണ്ട്. മങ്കട നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കുന്നത്ത് മുഹമ്മദിനെ നീക്കി. മഞ്ഞളാംകുഴി അലിയെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ കുന്നത്ത് മുഹമ്മദ് നിലപാടെടുത്തു.
തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിലും സ്ഥാനാർത്ഥി തർക്കത്തിൽ ആശയക്കുഴപ്പത്തിലാണ് രണ്ട് മുന്നണികൾക്കൊപ്പമുള്ള കേരള കോൺഗ്രസുകളും. CPM-നൊപ്പം ഇന്നലെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയ മാണി വിഭാഗത്തിന് ജോസ് കെ മാണി ഏത് മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. സിറ്റിംഗ് സീറ്റുകളിൽ മാത്രമാണ് നിലവിൽ ധാരണയായത്. 13 സീറ്റെന്ന ആവശ്യം CPM നേതൃത്വം അംഗീകരിക്കാത്തതിലും ജോസ് കെ മാണിക്ക് അതൃപ്തിയുണ്ട്. അതേസമയം 2 സീറ്റ് വിട്ടുകൊടുത്ത് 8 സീറ്റിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് UDF-നൊപ്പമുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഏറ്റുമാനൂരും ഇടുക്കിയും വിട്ടുകൊടുക്കാനാണ് നീക്കം. പകരം പൂഞ്ഞാർ സീറ്റ് വിട്ടു നൽകണമെന്ന് കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇത് വിട്ടു നൽകുന്നതിൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം കടുത്ത നിലപാടിലാണ്. 2 സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് ജോസഫ് ഗ്രൂപ്പിലും വലിയ തർക്കത്തിന് ഇടവെക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ് കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, ഇതിൽ ജോസഫ് വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ 2 സീറ്റ് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ? ഇടുക്കി വിട്ടുകൊടുക്കാം എന്ന കാര്യത്തിൽ സമവായമായിട്ടുണ്ട്. ഏറ്റുമാനൂരും വിട്ടുകൊടുക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടുണ്ടോ? മഞ്ജുഷ, ഇന്ന് രാവിലെയുള്ള PJ ജോസഫിന്റെ പ്രതികരണങ്ങൾ തന്നെ ഇതിൽ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇടുക്കിയുടെ കാര്യത്തിലും ചില വിട്ടുവീഴ്ചകൾ വേണ്ടി വരുമെന്നാണ്. ഏറ്റുമാനൂരിന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു എന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പ്രത്യേകിച്ച് ആ സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് നാട്ടകം സുരേഷ് നൽകാനായിരുന്നു ആദ്യ നീക്കം. പക്ഷേ അതിനപ്പുറത്തേക്ക് രമേശ് ചെന്നിത്തല ഇടപെട്ടുകൊണ്ട് ജോസഫ് വാഴയ്ക്കിന് വേണ്ടി ആ സീറ്റ് നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിൽ നാട്ടകം സുരേഷിന് സീറ്റ് നൽകിയേക്കും. പക്ഷെ അവിടെയും ഫിൽസൺ മാത്യൂസിന്റെ പേരിനും മുന്തിയ പരിഗണന തന്നെ ഉണ്ട്. എന്തായാലും പൂഞ്ഞാർ സീറ്റ് പകരം വേണമെന്ന ജോസഫ് ഗ്രൂപ്പിന്റെ ആവശ്യം ഇതുവരെയും കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അവിടെ ഒരുപാട് പേരുകൾ അവിടെ ഇതിനകം തന്നെ ആ സീറ്റിന് വേണ്ടി ടോമി കല്ലാനിയും വസന്ത് തെങ്ങുപള്ളിയും പോലുള്ളവരൊക്കെ തന്നെ ആ സീറ്റിന് വേണ്ടി നിൽക്കുകയാണ്. കോൺഗ്രസിൽ അതുകൊണ്ട് ആ സീറ്റ് വിട്ടുകൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ജോസഫ് ഗ്രൂപ്പിൽ ഇക്കാര്യത്തിൽ കടുത്ത പ്രതിഷേധവുമുണ്ട്. എന്തായാലും ഇന്ന് രാവിലെയാണ് PJ ജോസഫ് ഇതാദ്യമായി അങ്ങനെ ഇടുക്കിയെക്കുറിച്ചൊരു പ്രത്യേക പ്രതികരണം നടത്തിയത്. ഇടുക്കിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും എന്ന പ്രതികരണം അദ്ദേഹം നടത്തിയത്. മാത്രവുമല്ല, ഈ തൊട്ടിപ്പുറത്ത് തൊടുപുഴ ഉൾപ്പെടെയുള്ള കാര്യത്തിലും PJ ജോസഫ് മത്സരിക്കുമോ അബു ജോസഫ് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും അന്തിമമായൊരു വ്യക്തത വന്നിട്ടുമില്ല. സമാനമാണ് ഇപ്പുറത്ത് ജോസ് കെ മാണി വിഭാഗത്തിന്റെ കാര്യവും. പാലയിൽ ആര് മത്സരിക്കണം? ജോസ് കെ മാണി ഇക്കാര്യത്തിൽ ഇനിയും വ്യക്തത വരുത്തുന്നില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇടുക്കിയിൽ നടന്ന പരിപാടിയിൽ മറ്റ് സിറ്റിംഗ് MLA-മാരെല്ലാവരും അതാത് മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റു മണ്ഡലങ്ങളിൽ ആരൊക്കെ എന്ന കാര്യത്തിൽ ഒരുപക്ഷെ കൂടിയാലോചന തുടരുകയാണ്. ഇന്ന് വൈകുന്നേരം തന്നെ അത് ഉണ്ടാകും, അല്ലെങ്കിൽ നാളെ രാവിലെ ഉണ്ടാകും എന്ന സൂചനകളാണ് നേതൃത്വം നൽകുന്നത്. ഇന്നെന്തായാലും ഉച്ചയ്ക്ക് ശേഷം വിവിധ LDF-ന്റെ പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുമൊക്കെ യോഗം ചേരുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ ഒരുപക്ഷെ ഈ വൈകുന്നേരത്തോടുകൂടി ഇക്കാര്യത്തിലൊരു അന്തിമമായ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. മഞ്ജുഷ്, അതേസമയത്ത് തന്നെ പൂഞ്ഞാറിൽ ചില എതിർപ്പുകളും കാണുന്നുണ്ടല്ലോ. പൂഞ്ഞാർ സീറ്റ് ഏറ്റുമാനൂരിന് പകരമായി വിട്ടുകൊടുത്താൽ അത് സമ്മതിക്കുകയില്ല എന്ന് പൂഞ്ഞാറിലെ മണ്ഡലം പ്രസിഡന്റുമാർ ഒരു കത്തും അയച്ചിട്ടുണ്ടല്ലോ. ഇത് എത്രമാത്രം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് കോൺഗ്രസിന്? കോൺഗ്രസിന് സ്വാഭാവികമായും ഈ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്നുള്ളത് അത് കേവലം മണ്ഡലം പ്രസിഡന്റുമാരുടെ നിലപാട് മാത്രമല്ല, KPCC-യുടെ അടക്കം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അടക്കം നിലപാട് അങ്ങനെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫലത്തിൽ ജോസഫ് ഗ്രൂപ്പിന് വലിയ നഷ്ടം ഈ സീറ്റ് വെച്ചുമാറലല്ല, സീറ്റ് ചർച്ചയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 സീറ്റ് മത്സരിച്ചിരുന്നവർ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന 6 സീറ്റിലേക്ക് പോകുമെന്നായിരുന്നു. ഇപ്പോൾ കേൾക്കുന്നത് 8 സീറ്റ് എന്നുള്ളതാണ്. ഈ സീറ്റുകളിൽ ഇടുക്കിയിലും ഏറ്റുമാനൂരിലും മാത്രമല്ല ചങ്ങനാശ്ശേരിയും കുട്ടനാടും ഒക്കെ വേണമെന്ന ആവശ്യം കോൺഗ്രസിന് മുന്നിലുണ്ട്. ഇന്നലെ നടന്ന ചർച്ചയിലും 10 സീറ്റ് എന്ന ആവശ്യം ജോസഫ് ഗ്രൂപ്പ് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് രാവിലെ PJ ജോസഫിന്റെ വാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഇടുക്കിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണമെന്ന നിലപാടിലേക്ക് അവർ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈയൊരു പ്രശ്നം ആ പാർട്ടിക്കുള്ളിൽ ഒരു കലാപം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അതാത് മേഖലകളിൽ അവരുടെ നേതാക്കൾ മത്സരിച്ച സ്ഥലത്ത് കോൺഗ്രസും കഴിഞ്ഞ തവണ ഏതാണ്ട് മത്സരിച്ചതിൽ 20% സീറ്റിൽ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. തങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണ് എന്നാണ് ഒരു ശതമാന കണക്കൊക്കെ വെച്ചുകൊണ്ടാണ് ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂഞ്ഞാർ ഏറ്റെടുക്കാൻ ഉള്ള ശ്രമം ജോസഫ് ഗ്രൂപ്പ് നടത്തും. അത് വിജയിക്കുമോ എന്നുള്ളത് ഈ അവസാനവട്ട ചർച്ചകളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. മഞ്ജു, ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നഷ്ടമുണ്ടാകുവാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ 10 സീറ്റുകൾ മത്സരിക്കാൻ
ഉണ്ടായിരുന്നു. പക്ഷേ 2 എണ്ണത്തിൽ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇത്തവണ 10 സീറ്റും നൽകാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നിലപാടെടുത്തിരിക്കുന്നു. അങ്ങനെ ഇടുക്കി സീറ്റും ഏറ്റുമാനൂർ സീറ്റും കോൺഗ്രസിന് വിട്ടുകൊടുക്കേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ കേരള കോൺഗ്രസിന്. ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന ജി സുധാകരന് UDFന്റെ പിന്തുണ. മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തില്ല. അതേസമയം സമുദായ നേതാക്കളെ കണ്ട് പിന്തുണ ഉറപ്പിക്കുകയാണ് ജി സുധാകരൻ. കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി സുധാകരൻ കൂടിക്കാഴ്ച നടത്തി. സുധാകരൻ ജനകീയനാണെന്നും ആലപ്പുഴ ജില്ലയിൽ സ്വാധീനമുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നായി അമ്പലപ്പുഴ മാറുന്നു. CPM വിട്ടുവന്ന ജി സുധാകരന് ഇന്ന് UDF പിന്തുണ അറിയിച്ചിരിക്കുകയാണ്. UDFന്റെ പിന്തുണ കൂടി വന്നതോടുകൂടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് വോട്ടുകൾ കൂടി ജി സുധാകരനിലേക്ക് എത്തുന്നതോടെ അമ്പലപ്പുഴ വലിയൊരു മത്സരത്തിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം CPMനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ ഉയർത്തിയാണ് ജി സുധാകരൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ലെന്നും ഒപ്പം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്നും അറിയിച്ചിട്ടുള്ളത്. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ വലിയ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളടക്കം സംഘടിപ്പിച്ച് CPM അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ പ്രതിരോധത്തിനിടയിലാണ് ഇപ്പോൾ ജി സുധാകരന് UDFന്റെ കൂടി പിന്തുണ, കോൺഗ്രസിന്റെ പിന്തുണ വന്നിരിക്കുന്നത്. നേരത്തെ M. ലിജു മത്സരിച്ച മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ തവണ 1,00,000-ൽ പരം വോട്ടുകൾ M. ലിജുവിന് നേടാൻ കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ UDFനും ഒപ്പം തന്നെ LDFനും ഒരുപോലെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് അമ്പലപ്പുഴ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ UDF മികച്ച നേട്ടം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പിന്തുണ ജി സുധാകരനിലേക്ക് വരികയാണെങ്കിൽ അത് വലിയൊരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ CPM കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരത്തിൽ UDFന് സ്വതന്ത്രനായി ജി സുധാകരൻ മത്സരിക്കുമെന്ന പ്രചാരണം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ UDFന് തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിന് തന്നെ ആധികാരികമായ അറിയിപ്പുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ജി സുധാകരനെ അത്തരത്തിൽ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ കാര്യങ്ങളോട് ജി സുധാകരൻ പ്രതികരിക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടില്ല. കാരണം UDF നേതാക്കളോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമോ തന്നെ ഇക്കാര്യം അറിയിച്ചിട്ടില്ല. അത്തരമൊരു ഔദ്യോഗികമായി അവർ അത്തരം കാര്യങ്ങൾ പിന്തുണ അറിയിക്കാതെ തനിക്ക് അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാനാവില്ല എന്നുള്ളതാണ് ജി സുധാകരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മറ്റിടങ്ങളിൽ ഇന്ത്യ മുന്നണിയായി പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ UDFനെ പൂർണ്ണമായി തള്ളിയായിരുന്നില്ല അദ്ദേഹം സംസാരിച്ചിരുന്നത്. താൻ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും ഇന്ത്യ മുന്നണിയായി മറ്റിടങ്ങളിൽ മത്സരിക്കുന്നില്ല എന്നുള്ള മറുചോദ്യം കൂടി സുധാകരൻ ഉന്നയിച്ചിരുന്നു. മറ്റൊന്ന്, സുധാകരൻ ഇന്ന് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമുദായിക നേതാക്കളെ കണ്ടു എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശന്റെ കണിച്ചുകുളങ്ങരയിലെ വസതിയിലെത്തിയായിരുന്നു ജി സുധാകരൻ കൂടിക്കാഴ്ച നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി നടേശൻ ജി സുധാകരനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം UDFന്റെ പിന്തുണ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇന്ന് വെള്ളാപ്പള്ളിയുടെ നിലപാട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. സുധാകരനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത്. ജി സുധാകരൻ ജനകീയനായ മന്ത്രിയാണ്, അദ്ദേഹത്തിന് ആലപ്പുഴയിൽ നല്ല സ്വാധീനമുള്ള നേതാവാണ് എന്നുള്ളതാണ്. കോൺഗ്രസ് പിന്തുണയെക്കുറിച്ച് താൻ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നു. അതായത് SNDP വോട്ടുകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള മണ്ഡലമാണ് അമ്പലപ്പുഴ. 40% SNDP വോട്ടുകൾ കൂടിയുള്ള ഇടത്താണ് സാമുദായിക നേതാവായ വെള്ളാപ്പള്ളി നടേശനും അത്തരത്തിൽ ജി സുധാകരനെ പരിഗണിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വാക്കുകൾ വന്നിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് സാമുദായിക നേതാക്കളെയൊക്കെ തന്നെ കാണുവാനുള്ള ഒരു നീക്കമുണ്ട് ജി സുധാകരന്റെ ഭാഗത്തു നിന്നുള്ള SNDPയുടെ മറ്റ് യോഗ നേതാക്കന്മാരെ കണ്ടിരുന്നു. ഇന്നലെ അമ്പലപ്പുഴയിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ 400ഓളം പേർ പങ്കെടുത്ത ഇഫ്താർ വിരുന്നിലും അദ്ദേഹം പങ്കെടുത്തു. അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ ആറാട്ട് മഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിലൊക്കെ മത്സരിച്ചു. അത്തരത്തിൽ പങ്കെടുത്തു. അത്തരത്തിൽ സജീവമായി തന്നെ ജി സുധാകരൻ കൃത്യമായ കണക്കുകൂട്ടലുകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അമ്പലപ്പുഴയിൽ H. സലാമിന്റെ നേതൃത്വത്തിൽ അവർ LDFും വലിയ ജനകീയമായ രീതിയിൽ അവരും ജനകീയ കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ടുകൾ, ഒരു വോട്ട് പോലും ചോർന്നു പോകാത്ത രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കുന്ന രീതിയിൽ അവരും മുന്നോട്ട് പോകുന്നു. ഇനി വരും ദിവസങ്ങളിൽ അമ്പലപ്പുഴയിൽ CPMന്റെ മുൻനിര നേതാക്കൾ എത്തുമെന്നുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അവരായിരിക്കും വിവരങ്ങൾ നൽകിയത്. അമ്പലപ്പുഴയിൽ കാടിളക്കിയുള്ള പ്രചാരണങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് നേരത്തെ ജി സുധാകരൻ പറഞ്ഞിരുന്നു. ലളിതമായിട്ടായിരിക്കും തന്റെ പ്രചാരണമെന്ന്. തുടക്കത്തിൽ സമുദായ നേതാക്കളെ കണ്ട് പിന്തുണ ഉറപ്പാക്കുകയാണ് ജി സുധാകരൻ. UDFന്റെ പിന്തുണ ജി സുധാകരനായിരിക്കും അമ്പലപ്പുഴയിൽ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ടെന്ന് KC വേണുഗോപാൽ. എല്ലാം ഭദ്രമാണ്. ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. LDF സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഒരത്ഭുതവും ഇല്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു.
എല്ലാം ഭദ്രമാണ്, എല്ലാം ഭദ്രമാണ്. അല്ല, ആരോപിക്കുന്നവർക്ക് എന്താ എല്ലാം ആരോപിക്കല്ലോ. മണിക്കൂറുകൾക്കുള്ളിൽ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളം നിറയാണ്. ഒരു ഓളം ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും അങ്ങനെ തോന്നുന്നില്ല. കാരണം വെച്ചാൽ കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റവും കടുത്ത ആന്റി ഇൻകംബൻസി നേരിടുന്ന ഗവൺമെന്റാണ്. അവർ മിക്കവാറും ആളുകൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് സിറ്റിംഗ് MLA മാർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ അത്ഭുതമൊന്നുമില്ല. ആ ലിസ്റ്റിനകത്ത് വല്ല അത്ഭുതമുണ്ടോ, പുതുമ വല്ലതുണ്ടോ? കഴിഞ്ഞ 5 വർഷക്കാലം ഈ കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങളെ ഉപദ്രവിച്ചതാണ്. അതിന്റെ ഭാഗമായി ഇന്നവരാണ് അവരെല്ലാം. അവരെ റിപ്പീറ്റ് ചെയ്യാൻ അവർക്ക് പ്രശ്നമുണ്ട്. ഞങ്ങളുടെ ലിസ്റ്റ് കൊടുക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ നടത്തി കളം നിറഞ്ഞത് നേട്ടമാക്കാനുള്ള ശ്രമത്തിലാണ് LDF. സ്ഥാനാർത്ഥികൾ എല്ലാ മണ്ഡലങ്ങളിൽ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. VS-ഉം കോടിയേരിയും ഇല്ലാത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ എന്ന ഒറ്റ നേതാവിനെ മുൻനിർത്തിയാണ് CPM-ന്റെ പ്രചാരണം. ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയായില്ലെങ്കിലും CPI മുഴുവൻ സീറ്റുകളിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. 25 സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. 86-ൽ 81 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെ CPM-ഉം പ്രഖ്യാപിച്ചു. പൊതുസ്വതന്ത്രരായ 5 പേരെയാണ് ഇനി പ്രഖ്യാപിക്കേണ്ടത്. ഏതായാലും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്തൊരു മേൽക്കൈ നേടാമെന്ന പ്രതീക്ഷയാണ് ഇടതുമുന്നണിക്ക് പൊതുവിൽ ഉള്ളത്. മാത്രമല്ല, സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ, ക്ഷേമ പദ്ധതികൾ ഇതൊക്കെ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ്. നിരവധി വിവാദങ്ങൾ, ശബരിമല സ്വർണ്ണക്കൊള്ളയും ശബരിമല സ്ത്രീ പ്രവേശനത്തിലെ സർക്കാർ നിലപാടുമടക്കം നിരവധി വിഷയങ്ങളുണ്ട്. 10 വർഷം തുടർച്ചയായി ഭരിച്ച സർക്കാരിനെതിരെയുള്ള എതിർവികാരമുണ്ട്. ഇതിനെയൊക്കെ ഭരണ നേട്ടങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ചും വൻകിട വികസന പദ്ധതികളും അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങളും പറഞ്ഞുകൊണ്ട് മറികടക്കാമെന്ന പ്രതീക്ഷയാണ് ഇടത് കേന്ദ്രങ്ങൾക്കുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇത്തവണയും ഇടതുമുന്നണിയെ നയിക്കും. പിണറായി അല്ലാതെ മറ്റൊരു നായകനില്ല എന്നതാണ് ഇടതുമുന്നണി നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണ സജീവമല്ലായിരുന്നെങ്കിൽ പോലും VS അച്യുതാനന്ദന്റെ പേര് അപ്പോഴും രാഷ്ട്രീയത്തിൽ ശക്തമായി തന്നെ നിലനിന്നിരുന്നു. ഇത്തവണ VS ഇല്ലാത്ത ആദ്യ ഒരു പൊതുതെരഞ്ഞെടുപ്പിലാണ് ഇടതുമുന്നണി CPM നേരിടാൻ ഒരുങ്ങുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ അസാന്നിധ്യം CPM-നെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് ഉറപ്പാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു ക്രൈസിസ് മാനേജറായി നിലനിന്ന, പലപ്പോഴും പ്രശ്നപരിഹാരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാനം ഒട്ടാകെ നടന്ന മുന്നണിയുടെ പ്രചരണ നേതാവായി മാറിയ കോടിയേരി ബാലകൃഷ്ണൻ അസാന്നിധ്യം നേരിച്ചു നിൽക്കുമെന്ന ഉറപ്പാണ്. സീതാറാം യെച്ചൂരിയായിരുന്നു CPM-ന്റെ ഇടതുമുന്നണിയുടെ സ്റ്റാർ ക്യാമ്പയിനർ. ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഏറ്റവും ജനകീയനായ ഒരു നേതാവ് തെരഞ്ഞെടുപ്പ് രംഗത്ത് CPM-ന് പലപ്പോഴും ഒരു മുതൽക്കൂട്ടായിരുന്നു. പക്ഷേ ഇത്തവണ സീതാറാം യെച്ചൂരിയുടെ സാന്നിധ്യമില്ല. ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന ഒറ്റ നേതാവിനെ കേന്ദ്രീകരിച്ചാകും ഇത്തവണ ഇടതുമുന്നണിയുടെ സാധ്യതകളും പ്രതീക്ഷകളുമൊക്കെ. തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ, തെരഞ്ഞെടുപ്പ് അജണ്ടകൾ നിശ്ചയിക്കുന്ന പിണറായി വിജയനാകാം. സംസ്ഥാനത്തൊട്ടാകെ പിണറായി വിജയന്റെ സാന്നിധ്യം സ്ഥാനാർത്ഥികൾ ആഗ്രഹിക്കും. എത്ര യോഗങ്ങളിൽ പിണറായി പങ്കെടുക്കുമെന്ന കാര്യം പ്രധാനപ്പെട്ടതാണ്. ധർമ്മടം മണ്ഡലത്തിൽ മാത്രം പിണറായി തളച്ചിലാണ് ചില കരുനീക്കങ്ങൾ UDF-ന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. പക്ഷേ പിണറായി തന്നെ പ്രചരണത്തെ നയിക്കുമെന്ന് ഉറപ്പാണ്. പരമാവധി ഇടങ്ങൾ അദ്ദേഹം എത്താൻ ശ്രമിക്കും. പിണറായി വിജയൻ കേന്ദ്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ്. അത് വികസന പ്രവർത്തനങ്ങൾ മാത്രം മുന്നോട്ട് വയ്ക്കുമ്പോൾ വിവാദങ്ങൾ തീർത്തും അഡ്രസ്സ് ചെയ്യാതെ മുന്നോട്ട് പോകാനാകും CPM-ന്റെയും ഇടതുമുന്നണിയുടെയും ശ്രമം. ഈ പ്രഖ്യാപിക്കാനുള്ള സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് BJP-യുടെയും കോൺഗ്രസിന്റെയും ഒക്കെ സ്ഥാനാർത്ഥികൾ പ്രചരണത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയൊരു മേൽക്കൈ ഉണ്ടാക്കാനാണ് പതിവ് പോലെ ഇടതുമുന്നണി ഇത്തവണയും ശ്രമിക്കുന്നത്. നെന്മാറ MLA K. ബാബുവിനെ ലക്ഷ്യമിട്ട് കോൺഗ്രസ്. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. K. ബാബുവുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തി. എന്നാൽ അനുകൂല നിലപാട് ബാബു വ്യക്തമാക്കിയിട്ടില്ല. നെന്മാറയിൽ K. ബാബുവിന് ഒരവസരം കൂടി നൽകണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ K. പ്രേമനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. പ്രേമനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതിൽ K. ബാബുവിന് അതൃപ്തിയുണ്ട്. എന്നാൽ ബാബു കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് കരുതുന്നില്ലെന്നാണ് LDF സ്ഥാനാർത്ഥി K. പ്രേമൻ പ്രതികരിച്ചത്. പിന്നെ കഴിഞ്ഞ 10 വർഷക്കാലവും MLA-യും ഏകദേശം 15 വർഷക്കാലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ജനപ്രതിനിധിയായിരുന്നു. CPM-ന്റെ നേതാവ് എന്നുള്ള നിലയിലേക്ക് ജനപ്രതിനിധിയായ ആളാണ് സഖാവ് ബാബു. അതുകൊണ്ട് അദ്ദേഹം ഒരു 10-25 വർഷക്കാലം ജനപ്രതിനിധിയായിരുന്ന ആൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF-നോടൊപ്പം പോകുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം പാർട്ടി ഇത്രയധികം പരിഗണന കൊടുത്ത ഒരാൾ ജില്ലയിലോ സംസ്ഥാനത്തോ ഉണ്ടാവില്ല. 25 വർഷം അധികാരത്തിലൂടെ അല്ലെങ്കിൽ ജനപ്രതിനിധിയായിട്ടൊക്കെ ഇരിക്കുക എന്ന് പറയുന്നത് വേറെ ഒരാൾക്കും അങ്ങനെ ഇവിടെ ഞങ്ങളുടെ അറിവിലില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ അങ്ങനെ ഒരു സാഹസത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമെന്ന ഇതില്ല, വിശ്വാസമില്ല. അതിനെക്കുറിച്ച് അറിയില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും എല്ലാം നന്നായി ആലോചിച്ചെടുത്ത തീരുമാനമാണത്. അതിപ്പോൾ കേവലം ഒരാൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ മാറ്റാൻ ഒരു സാധ്യത ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്.
CPI വിട്ട നാട്ടിക MLA CC മുകുന്ദൻ BJPയിൽ. നാട്ടികയിൽ മുകുന്ദൻ BJP സ്ഥാനാർത്ഥിയായേക്കും. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ നമോ ഭവനിലെത്തി CC മുകുന്ദൻ അംഗത്വം സ്വീകരിച്ചു. UDF പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു CC മുകുന്ദൻ. ഡൽഹിയിലെത്തി കോൺഗ്രസ് നേതാക്കളെ കണ്ടിരുന്നു. എന്നാൽ കോൺഗ്രസ് കൈവിട്ടതോടെ മുകുന്ദൻ BJP നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു. അങ്ങനെ CC മുകുന്ദൻ BJP. പാലക്കാട് മണ്ഡലത്തിൽ ഹോട്ടൽ വ്യവസായിയെ പരിഗണിക്കുകയാണ് CPM. NMR റസാഖിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് CPMന്റെ ആലോചന. ഇന്നത്തെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യും. പയ്യന്നൂരിൽ മത്സരിക്കുമെന്ന് V കുഞ്ഞികൃഷ്ണൻ. തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. പയ്യന്നൂരിലെ പാർട്ടിയെ ഒരു മാഫിയ സംഘത്തിന് എറിഞ്ഞുകൊടുക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. TA മധുസൂദനൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണെങ്കിലും അദ്ദേഹം ഇടതുപക്ഷമാണെന്ന് കരുതുന്നില്ലെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഞാൻ പറയാത്ത കാര്യം ചില മാധ്യമങ്ങൾ ഇന്നലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് ചില മാധ്യമങ്ങൾ ഇന്നലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ കേരളത്തിലെ ഒരു മാധ്യമത്തോടും അതല്ലെങ്കിൽ ഒരാളോടും ഞാൻ മത്സരിക്കുന്ന വിവരം ഇന്നലെ വരെ അറിയിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത. കാരണം ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോട് അടുത്താണ് മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നത്. മാധ്യമങ്ങൾ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നിലയിൽ വാർത്ത കൊടുക്കുകയാണ് ചെയ്തത്. ഇന്നലെ തീരുമാനിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ സ്വതന്ത്രനായി ഞാൻ മത്സരിക്കണം എന്നതാണ്. ഞാൻ പയ്യന്നൂരിലെ സംഘടനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങിവെച്ച പോരാട്ടം, ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മത്സരിക്കേണ്ടത് അനിവാര്യമാണ്. BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന്. സ്ഥാനാർത്ഥികളെക്കുറിച്ച് അന്തിമ രൂപമായി. ഘടകകക്ഷികളോട് ബുധനാഴ്ചത്തേക്ക് പട്ടിക സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരം. BJPയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏതാണ്ട് അന്തിമ രൂപമായി എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചത്. ഇതിൽ A+ മണ്ഡലങ്ങൾ, BJP A+ മണ്ഡലങ്ങൾ എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ 30,000-ൽ 35,000 വരെ വോട്ടുകൾ ലഭിച്ച മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടമായി പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ നീക്കമുള്ളത്. അതിലേതാണ്ട് പല സ്ഥാനാർത്ഥികളും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഉദാഹരണമായി നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ആയാലും, കഴക്കൂട്ടത്ത് V മുരളീധരൻ, വട്ടിയൂർക്കാവിൽ ശ്രീലേഖ, നെടുമങ്ങാട് യുവരാജ് ഗോകുൽ, കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ്, ഒപ്പം ചാത്തന്നൂരിൽ B ഗോപകുമാർ, കൊട്ടാരക്കരയിൽ R രശ്മി, കരുനാഗപ്പള്ളിയിൽ ജിതിൻ ദേവ്, ചെങ്ങന്നൂരിൽ സന്ദീപ് വാചസ്പതി, തിരുവല്ലയിൽ അനൂപ് ആന്റണി, ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ, കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യൻ, പൂഞ്ഞാറിൽ PC ജോർജ്, പാലയിൽ ഷോൺ ജോർജ്, കൊടുങ്ങല്ലൂരിൽ B ഗോപാലകൃഷ്ണൻ, തൃശൂരിൽ പത്മജ വേണുഗോപാൽ, പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ, മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ, കാസർഗോഡ് L അശ്വിനി എന്നിവരുടെ കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ഇത്തരത്തിൽ 20 സീറ്റുകളുടെ കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. മറ്റു സീറ്റുകളിലേക്കുള്ള ചില നിലപാടുകളിലേക്ക് സ്ഥാനാർത്ഥികളിലേക്ക് ആയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമാണ് ഇന്ന് ഉണ്ടാവുക. 2 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങാനാണ് ഇപ്പോൾ BJP നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. BJP പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്യുക നേരത്തെ പറഞ്ഞ ഈ 20-25ഓളം A+ മണ്ഡലങ്ങളിലായിരിക്കും. അവിടെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുകയും അവയിൽ ചില സീറ്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് BJPക്കുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ തരത്തിലുള്ള നീക്കമാണ് നടത്തുന്നത്. പക്ഷേ എല്ലാ സീറ്റുകളിലും ശക്തമായ മത്സരം കാഴ്ചവെക്കത്തക്ക വിധം ഉള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കണം. BJP ശക്തമായ ചില സീറ്റുകളിൽ നേരത്തെയുള്ള തിരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസും CPM-ഉം തമ്മിൽ ചില വോട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്ന ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. അതിനെ പ്രതിരോധിക്കത്തക്ക വിധമുള്ള നീക്കങ്ങൾ തങ്ങൾ നടത്തിക്കഴിഞ്ഞു എന്ന ആത്മവിശ്വാസവും BJP സംസ്ഥാന അധ്യക്ഷൻ പങ്കുവെക്കുന്നുണ്ട്. നമുക്കറിയാം ചില ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണമായി തൃപ്പൂണിത്തുറയിൽ BJP കഴിഞ്ഞ തവണ മത്സരിച്ച് നല്ല വോട്ട് ഷെയർ നേടിയ ഒരു മണ്ഡലമാണ്. ഇത്തവണ വിട്ടുകൊടുത്തിരിക്കുന്നത് 2020-ക്കാണ്. സാബു M ജേക്കബ് അവിടെ മത്സരിക്കണം എന്ന ആവശ്യം 2020യോട് ഉന്നയിച്ചിട്ടുണ്ട് BJP. പക്ഷേ അവിടെ അഖിൽ മാരാരെ മത്സരിപ്പിക്കാനാണ് നീക്കം നടത്തുന്നത്. അഖിൽ മാരാരെ
പത്തനാപുരത്തേക്ക് മാറ്റിക്കൊണ്ട് അവിടെ സാബു എം ജേക്കബ് മത്സരിക്കണം എന്ന ആവശ്യം BJP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം കോവളം മണ്ഡലത്തിൽ കാമരാജ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് അവകാശവാദം ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. അതൊരു പക്ഷേ അവർക്ക് വിട്ടുകൊടുത്തേക്കാം. പക്ഷേ കോവളത്തൊക്കെ BJP വോട്ട് ഷെയർ കാര്യമായി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒപ്പം തുഷാർ വെള്ളാപ്പള്ളി മത്സരത്തിലുണ്ടാകണം എന്ന നിർദ്ദേശം BJPയുടെ കേന്ദ്ര നേതൃത്വം തന്നെ നൽകിയ ഒരു പശ്ചാത്തലമുണ്ട്. അത് വളരെ പ്രധാനമാണ്. അങ്ങനെയെങ്കിൽ അരൂരിലോ അല്ലെങ്കിൽ കായംകുളത്തോ തുഷാർ മത്സരരംഗത്തുണ്ടാകണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ചില മണ്ഡലങ്ങളിൽ തട്ടി ഘടകകക്ഷികളുമായുള്ള സീറ്റ് ഷെയറിങ്ങും മറ്റും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതും പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് എന്നാണ് BJP വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഘടകകക്ഷികളോട് ബുധനാഴ്ചയ്ക്കകം സീറ്റ് പ്രഖ്യാപനം നടത്തണം എന്നുള്ള നിർദ്ദേശം കൂടി BJP നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടമായി കാണുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരയും തലയും മുറുക്കി BJP രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ദേശീയ നേതാക്കളെ അടക്കം എത്തിച്ചുകൊണ്ടുള്ള വലിയൊരു ക്യാമ്പയിനിങ്ങിന്റെ സ്വഭാവം, അങ്ങനെ നിരവധി കാര്യങ്ങളിൽ BJP ഇതിനകം തന്നെ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ആദ്യഘട്ടം ഉണ്ടാകും. ഇവിടെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ബാക്കി പിന്നാലെ പ്രസിദ്ധീകരിക്കും. തെരഞ്ഞെടുപ്പിൽ വിവാദങ്ങൾക്കില്ല. പോസിറ്റീവ് ക്യാമ്പയിനുമായാണ് BJP മുന്നോട്ട് പോവുക. BJPയുടെ തെരഞ്ഞെടുപ്പ് ഗാനവും രാജീവ് ചന്ദ്രശേഖർ പുറത്തിറങ്ങി. ഞങ്ങൾ വിവാദത്തിൽ ഇറങ്ങാനോ കയറാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളൊരു പോസിറ്റീവ് ക്യാമ്പയിനായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കാരണം ഇതാണ് ജനങ്ങളുടെ ആവശ്യം. ഒരു പാട്ട്, ഞങ്ങളുടെ മാറ്റത്തിൻ്റെ ഞങ്ങളുടെ ഒരു ആന്തം ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളൊന്ന് കേൾക്കണം എന്ന് എൻ്റെ ഒരു അഭ്യർത്ഥന. കേട്ടിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്നോട് പറയാം. ഇൻപുട്സ് എല്ലാം എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഈ പാട്ടിൽ ഞങ്ങൾ ആലോചിക്കുന്നത്, ഞങ്ങളുടെ ചിന്തയും ഈ പാട്ടിലുണ്ട് എന്ന് കേൾക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. UDF-ൽ G സുധാകരൻ വരുമ്പോൾ K സുധാകരൻ പോകുമോ എന്നാണ് സംശയമെന്ന് BJP നേതാവ് K സുരേന്ദ്രൻ. UDF-നകത്ത് സ്ഥാനാർത്ഥി നിർണയം വലിയ തർക്കത്തിലാണെന്നും MP-മാർ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ പലരും മത്സരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അത് UDF-ന്റെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ G സുധാകരൻ വരുമ്പോൾ K സുധാകരൻ പോകുമോ എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ സംശയത്തിലുള്ളത്. കാരണം കോൺഗ്രസിനകത്തെ സ്ഥാനാർത്ഥി നിർണയവും UDF-നകത്തെ സ്ഥാനാർത്ഥി നിർണയവും വലിയ തർക്കത്തിലായിരിക്കുകയാണ്. മുതിർന്ന നേതാക്കൾ പലരും, പ്രത്യേകിച്ച് MP-മാരായിട്ടുള്ള പലരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ ഇതുവരെ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. 23-ാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ അന്ന് വരെ പ്രശ്നം നീണ്ടുപോകുന്നതാണ് രാഷ്ട്രീയ വൃത്തങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. G സുധാകരനെ സ്വീകരിക്കാൻ കോൺഗ്രസ് കാണിച്ച താല്പര്യം കോൺഗ്രസിൻ്റെ പ്രബലരായിട്ടുള്ള മറ്റു പല സ്ഥാനാർത്ഥികളുടെയും കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF ആരെ പിന്തുണച്ചാലും ആരുടെ സഹായം തേടിയാലും ഞങ്ങൾക്കതിൽ പ്രതികരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. പക്ഷേ കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഭരണം പിടിക്കും, 100 സീറ്റുമായി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ കോൺഗ്രസിനും UDF-നും വലിയ ആശയക്കുഴപ്പമാണ് സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. വട്ടിയൂർക്കാവ് കോൺഗ്രസ് തിരിച്ചുപിടിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു മുരളീധരൻ. തിരുവനന്തപുരം ജില്ലയിൽ 8 മുതൽ 10 വരെ സീറ്റുകൾ UDF-ന് കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും മുരളീധരൻ പറഞ്ഞു. MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിൻ്റേതാകും അന്തിമ തീരുമാനമെന്നും മുരളീധരൻ ന്യൂസ് 18നോട് പറഞ്ഞു. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനിരിക്കെ വട്ടിയൂർക്കാവിൽ UDF-ന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരിക്കുന്ന K മുരളീധരൻ എന്നോടൊപ്പം ചേരുന്നു. വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പ്. പക്ഷേ ആദ്യഘട്ടത്തിൽ LDF മുഴുവൻ ഏറെക്കുറെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് അവർ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അല്ല, ഞങ്ങൾ അതിൽ അത്ര വലിയ അത്ഭുതമൊന്നുമില്ല. ഇപ്പം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ അവരുടെ ലിസ്റ്റ് അവർ 2024 ഫെബ്രുവരി 28-ാം തീയതി പ്രഖ്യാപിച്ചു. ഞങ്ങൾ 24 മാർച്ച് മാസം 7-ാം തീയതിയാണ് ഞങ്ങളുടെ പ്രഖ്യാപിച്ചത്. അന്ന് 20-ൽ 18 UDF അല്ലേ ജയിച്ചത്. അപ്പോൾ
ഒരു ദിവസം വൈകിയാലൊന്നൊരു കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല 2001 LDFന്റെ പട്ടിക വന്ന് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് UDF സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. അന്നാണ് UDFന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത്, 100 സീറ്റോളം കിട്ടിയത്. ഇത്തവണ ഞങ്ങളുടെ യാത്രയായിരുന്നു പുതിയ യാത്ര കാരണം ഈ സീറ്റ് ധാരണയിലെത്താനും സ്ഥാനാർത്ഥി രജിസ്ട്രേഷനൊക്കെ കുറച്ച് താമസം ഉണ്ടായി. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങളുടെ പാനൽ പുറത്തിറങ്ങും. ഈ MP മാരുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുന്നത് ഹൈക്കമാൻഡിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അത് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി കൂടുമ്പോൾ അവർ ആ തീരുമാനം അറിയിക്കും. തിരുവനന്തപുരത്ത് എത്ര സീറ്റുകളാണ് K. മുരളീധരൻ പ്രഡിക്ട് ചെയ്യുന്നത്? തിരുവനന്തപുരത്ത് 8 മുതൽ 10 വരെ സീറ്റ് വരെ കിട്ടാം. അത്രയും വലിയ പ്രതീക്ഷയുണ്ട്? തീർച്ചയായിട്ടും. അതിൽ കൃത്യമായി ഈ സാമുദായിക സമവാക്യങ്ങളടക്കം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ തർക്കങ്ങൾ ഒഴിവാക്കി സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. വട്ടിയൂർക്കാവിൽ എങ്ങനെയാണ്, എപ്പോഴാണ് പ്രചാരണം ആരംഭിക്കുന്നത്? ഇന്ന് തുടങ്ങി കഴിഞ്ഞില്ല. അന്ന് കാലത്ത് തൊട്ട് പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളൊക്കെ സന്ദർശിച്ചു. ഇനി കംപ്ലീറ്റ് ഫീൽഡ് തന്നെയാണ്. അതായത് വട്ടിയൂർക്കാവിൽ 100% UDFന് ഉറപ്പിക്കാമെന്ന പ്രതീക്ഷ? തീർച്ചയായിട്ടും. തിരിച്ചു പിടിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. നല്ല ചിട്ടയായിട്ട് പ്രവർത്തനം ഞങ്ങളുടെ പ്രവർത്തകർ നടത്തുന്നുണ്ട്. എല്ലാ ആശംസകളും. എലത്തൂരിൽ AK ശശീന്ദ്രൻ സ്ഥാനാർത്ഥിയാകും. NCP ദേശീയ നേതൃത്വമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഉയർന്ന പ്രതിഷേധത്തെ അവഗണിച്ചാണ് ഈ തീരുമാനം. കുട്ടനാട് തോമസ് K. തോമസ്, മലപ്പുറത്ത് KT മുജീബ്. ഇതാണ് NCPയുടെ പട്ടിക. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, ഒരു ഘട്ടത്തിൽ NCPയിലെ ഈ തർക്കം, ശശീന്ദ്രൻ വേണ്ട എന്ന രീതിയിലുണ്ടായ പ്രതിഷേധം, അത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വരെ എത്തിയതാണ്. സീറ്റ് CPM ഏറ്റെടുക്കുമോ എന്നുള്ള ചർച്ച വരെ ഉണ്ടായതാണ്. ഇപ്പോൾ പക്ഷേ ശശീന്ദ്രനെ തന്നെ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കുന്നു? സുരേഷ് ബാബുവിനെ പോലുള്ളവരുടെ പേര് പട്ടികയിലുണ്ടായിരുന്നുവല്ലോ. PC ചാക്കോയുടെ നേതൃത്വത്തിലാണ് ശശീന്ദ്രന്റെ വലിയ നീക്കം നടന്നത്. പക്ഷേ ശശീന്ദ്രൻ ഇല്ലെങ്കിൽ അവിടെ CPM ഏറ്റെടുക്കുമെന്ന സൂചനകൾ വന്നിരുന്നു. തുടർന്ന് NCP നേതൃത്വം ചാക്കോ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റു ചില കാര്യത്തിൽ CPM ഇടപെടില്ല, നിങ്ങൾക്ക് സ്ഥാനം തീരുമാനിക്കാമെന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് വിഷയം ദേശീയ നേതൃത്വത്തിന് മുമ്പാകെ എത്തുന്നത്. ശശീന്ദ്രനൊപ്പം നിൽക്കാനാണ് NCPയുടെ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. ശശീന്ദ്രൻ വീണ്ടും അവിടെ മത്സരിക്കും. മുക്കം മുഹമ്മദ് അടക്കമുള്ളവർ വലിയ വിമത സ്വരം അവിടെ ഉയർത്തിയിരുന്നു. പക്ഷേ ശശീന്ദ്രന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ NCP ദേശീയ നേതൃത്വം നിലപാടെടുത്തിരിക്കുന്നത്. ശശീന്ദ്രനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കുട്ടനാട് തോമസ് K. തോമസ് തന്നെയാണ് വീണ്ടും മത്സരിക്കുക. ഇത്തവണ കോട്ടക്കലിന് പകരമാണ് മലപ്പുറം NCPക്ക് ലഭിച്ചത്. കോട്ടക്കൽ CPMന് വിട്ടുകൊടുക്കുകയായിരുന്നു. CPMയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും. മലപ്പുറത്ത് KT മുജീബാണ് NCPയുടെ സ്ഥാനാർത്ഥി. അങ്ങനെ 3 സീറ്റുകളിലും NCP ദേശീയ നേതൃത്വം ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശരി, AK ശശീന്ദ്രൻ വീണ്ടും മത്സര രംഗത്തേക്ക് വരികയാണ്. ശശീന്ദ്രൻ 8ാം തവണയാണ് ജനവിധി തേടുന്നത്. NCP സ്ഥാനാർത്ഥിയായി ശശീന്ദ്രനെ മത്സരിക്കുന്നതിനെ ചൊല്ലി NCPയിൽ കലഹമുണ്ടായിരുന്നു. ശശീന്ദ്രനെതിരെ കോഴിക്കോട് ജില്ലാ ഘടകമാണ് രംഗത്തെത്തിയിരുന്നത്. ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിഭാഗത്തിന്റെയും ആവശ്യം. പാർട്ടിയിൽ കൂടിയാലോചന വേണ്ടെന്ന് പറയുന്നവരെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും തന്റെ പേരാണോ അയോഗ്യതയെന്നും മുക്കം മുഹമ്മദ് ചോദിച്ചിരുന്നു. മുക്കം മുഹമ്മദിന്റെ പ്രതികരണത്തിലേക്ക്. നമ്മുടെ നാട്ടിൻ്റെ അകത്ത് സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ സ്വാഭാവികമായി നിയോജകമണ്ഡലത്തിനകത്ത് ഇന്ന സ്ഥാനാർത്ഥി എന്നതിന് പകരം ജാതി മത ചിന്തകൾക്ക് അനുസൃതമായ ചില സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പം മേപ്പയിൽ നിയോജകമണ്ഡലത്തിനകത്ത് എൻ്റെ സുഹൃത്തായിരുന്ന മത്തായി ചാക്കോ അവിടെ മത്സരിക്കുമ്പോൾ ആ നിയോജകമണ്ഡലത്തിനകത്ത് ഒരു ക്രിസ്ത്യൻ കുടുംബം പോലും ഉണ്ടായിരുന്നില്ല. ഇടതുപക്ഷ പ്രസ്ഥാനം 10,000 വോട്ട് അത് ജയിപ്പിക്കുകയുണ്ടായി. കാലം പതുക്കെ മാറി മാറി വന്നപ്പോൾ ഓരോ മണ്ഡലത്തിലേക്കും ആൾ വരുമ്പോൾ അവിടെ ജാതിയും ഉപജാതിയും ഒക്കെ പതുക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ നാടിന് യോജിച്ച ഏർപ്പാടേയല്ല. അതൊരു അപകടമാണ്, ആപൽക്കരമാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്യും. നാടുണ്ടാവണമല്ലോ, രാജ്യമുണ്ടാവണമല്ലോ. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ഏത് ഭാഗത്തുണ്ടായാലും ഏത് കക്ഷി ഉപയോഗിച്ചാലും ആരുപയോഗിച്ചാലും അതിനെ നിരുത്സാഹപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. NCPയിൽ തർക്കമുണ്ട്. അനീഷ്, ഇപ്പോൾ ശശീന്ദ്രനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനുശേഷവും മുക്കം മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ഈ അസ്വാരസ്യമുണ്ടോ പാർട്ടിയിൽ? തീർച്ചയായും അസ്വാരസ്യം ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു തീരുമാനത്തിൽ മാറ്റം വരുത്തണമെന്ന രീതിയിലാണ് മുക്കം മുഹമ്മദിനെ അനുകൂലിക്കുന്ന ജില്ലാ ഘടകം വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ശശീന്ദ്രൻ നിരവധി തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം സ്ഥാനത്ത് നിന്നും മാറി മറ്റൊരാൾക്ക് അവസരം നൽകട്ടെ എന്ന നിലപാടിലേക്ക് കോഴിക്കോട് ജില്ലാ ഘടകം എത്തിയിരുന്നു. ഈ സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റി ഒരു പ്രമേയം പാസാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് LDFന്റെ ജില്ലാ കൺവീനർ കൂടിയായ NCP ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം മുന്നോട്ട് വന്നത്. ഏറ്റവും കൗതുകരമായ കാര്യം ജില്ലാ ഘടകത്തിലെ
ഏറിയ ആൾക്കാരും ഈ മുക്കം മുഹമ്മദിനൊപ്പമാണ്, അല്ലെങ്കിൽ ശശീന്ദ്രനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലാണ് എത്തിച്ചേർന്നത്. പക്ഷേ ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകത്തിൻ്റെയും CPM-ൻ്റെയും ഒക്കെ പിന്തുണയോടുകൂടിയാണ് ഇത്തരം ശശീന്ദ്രൻ വീണ്ടും മത്സരിക്കണമെന്നൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. അതായത് അഭിപ്രായത്തിന് യാതൊരു വിലയുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന നിലപാടാണ് വിമത വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉന്നയിച്ചിരിക്കുന്നത്. അവർ ഇന്ന് ഒരു കൺവെൻഷൻ ചേരുകയും കഴിഞ്ഞ ദിവസം എടുത്ത പ്രമേയത്തിന് അംഗീകാരം നൽകുകയും ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ഈ സ്ഥാനാർത്ഥിത്വം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ദേശീയ നേതൃത്വമടക്കം സമീപിക്കാനുള്ള ഒരു ഒരുക്കത്തിലുമാണ്. എന്തായാലും രണ്ട് തട്ടിലാണ് ഇപ്പോൾ NCP ജില്ലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അത് ഏത് രീതിയിൽ ബാധിക്കുമെന്ന് നമുക്ക് കണ്ടേണ്ടതുണ്ട്. ഒപ്പം LDF കൺവീനറായി നിലവിൽ തുടരുന്ന മുക്കം മുഹമ്മദിനെയും കടുത്ത മറ്റു തീരുമാനങ്ങളിലേക്ക് പോകുമോ എന്നതും അറിയേണ്ടതുണ്ട്. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. 3 സീറ്റുകളാണ് NCPക്കുള്ളത്. ആ 3 സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോഴാണ് മന്ത്രി AK ശശീന്ദ്രൻ വീണ്ടും മത്സരിക്കുന്നതിനെതിരെ NCPയുടെ പ്രാദേശിക നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. മുക്കം മുഹമ്മദിന്റെ നേതൃത്വത്തിലാണ് വിമത ശബ്ദം ഉണ്ടായിരിക്കുന്നത്. AK ശശീന്ദ്രനെ മത്സരിപ്പിക്കുന്നതിനെതിരെ നേരത്തെ തന്നെ വിമർശനമുണ്ടായിരുന്നു. ദേശീയ നേതൃത്വമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. 8ാം തവണയാണ് മന്ത്രി AK ശശീന്ദ്രൻ മത്സര രംഗത്തേക്ക് വരുന്നത്. മുഖ്യമന്ത്രിക്ക് മുൻപിൽ പോലും ശശീന്ദ്രനെതിരെ പരാതി വന്നിരുന്നു, അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നതിനെതിരെ. പക്ഷേ ഇക്കാര്യത്തിൽ CPM ഇടപെടാൻ വിസമ്മതിച്ചിരുന്നു. NCP തന്നെ ഒരു തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു CPM-ന്റെ നിലപാട്. ഇപ്പോൾ NCPയുടെ തീരുമാനം വന്നു, പക്ഷേ പാർട്ടിയിൽ പ്രതിഷേധം. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ ആക്രമണം. ഡ്രോൺ അവശിഷ്ടം പതിച്ച് ഇന്ധന ടാങ്കർ പൊട്ടിത്തെറിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയതായി അധികൃതർ അറിയിച്ചു. അപകടത്തെ തുടർന്ന് ഏറെ നേരം വിമാനത്താവളത്തിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയിരുന്നു. അബുദാബിയിൽ മിസൈൽ അവശിഷ്ടം വീണ് ഒരാൾ മരിച്ചു. ഹുജൈറ വ്യാവസായിക മേഖലയിൽ തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിലവിൽ ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇറാന്റെ വിവിധ നഗരങ്ങളിലും ഇസ്രായേലും അമേരിക്കയും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ പ്രതിനിധികൾ നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ അമേരിക്കയ്ക്കെതിരെ തെറ്റായ വാർത്തകൾ നൽകുന്ന ചാനലുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. താൻ കൊല്ലപ്പെട്ടുവെന്ന ഇറാന്റെയും സോഷ്യൽ മീഡിയയുടെയും പ്രചാരണങ്ങൾക്ക് മറുപടിയായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു 5 വിരലുകൾ ക്യാമറയ്ക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടി. അജയ് സുധാ ബിജു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഇറാൻ ആക്രമണം ഗൾഫിൽ തുടരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണല്ലോ ഇന്ന് വരുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ യുദ്ധത്തിൽ ഇന്ന് കണ്ട കാഴ്ചകൾ? മഞ്ജുഷ്, ഇന്ന് രാവിലെ തന്നെ നിരവധി ആക്രമണങ്ങൾ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. അതിൽ തന്നെ സൗദി അറേബ്യയിൽ ഇന്ന് മാത്രം ഏതാണ്ട് 60-ലധികം ഡ്രോൺ ആക്രമണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ മിക്ക ഡ്രോണുകളും അവിടെ തന്നെ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചു എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് വന്നത് അത് തീർച്ചയായിട്ടും ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ്. അവിടെ വിമാനത്താവളത്തിന് സമീപമുള്ള ഒരു എണ്ണ ടാങ്കറിലേക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായി. IRGC കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഈ ഗൾഫ് മേഖലയിലുള്ള ഈ എണ്ണ ടാങ്കറുകൾക്ക് സമീപം, അതുപോലെ തന്നെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് സമീപം നിന്നുമെല്ലാം ജനങ്ങൾ ഉടൻ തന്നെ മാറി താമസിക്കണമെന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ എണ്ണ ടാങ്കറിന് നേരെ ആക്രമണം നടന്നത്. ഇതിനെ തുടർന്ന് മേഖലയിൽ വലിയ തീപിടുത്തമുണ്ടായി. എന്നാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചത്. എന്നാൽ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് വിമാനത്താവളത്തിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു. പിന്നീട് അത് പുനഃസ്ഥാപിക്കുകയായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ മേഖലയിലേക്കുള്ള റോഡുകളും ഒരു ടണൽ ഉൾപ്പെടെ ക്ലോസ് ചെയ്യുന്ന നടപടികളുണ്ടായി. അബുദാബിയിൽ മറ്റൊരു അപകടമുണ്ടായിട്ടുണ്ട്. അവിടെ ഒരു മിസൈൽ പതിച്ച് ഒരാൾ മരിച്ചു എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതൊരു കാറിന് മുകളിലേക്കാണ് ഈ മിസൈൽ പതിച്ചതെന്നാണ് വിവരം. ഇത് മിസൈൽ പൂർണ്ണമായിട്ട് പതിച്ചതാണോ അല്ലെങ്കിൽ മിസൈലിന്റെ അവശിഷ്ടം പതിച്ചതാണോ എന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊന്നും നിലവിൽ ലഭ്യമായിട്ടില്ല. എന്തായാലും കാറിന് മുകളിൽ ഈ മിസൈൽ പതിച്ച് കാർ പൂർണ്ണമായി തകരുകയും അതിൽ ഉണ്ടായിരുന്ന ഒരാൾ കൊല്ലപ്പെടുകയുമായിരുന്നു ഈ സംഭവത്തിൽ നടന്നത്. അത് മാത്രമല്ല, നിലവിൽ ഈ ഫുജിറ ഈ വ്യാവസായിക മേഖലയിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മേഖലയിൽ നിന്ന് കടുത്ത രീതിയിൽ കറുത്ത പുക ഉയരുന്ന റിപ്പോർട്ടുകളും നിലവിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഈജിപ്തിന്റെ വിദേശകാര്യമന്ത്രി UAE-യിൽ എത്തിയിട്ടുണ്ട്. UAE ഭരണാധികാരിയും സൗദി അറേബ്യൻ ഭരണാധികാരിയുമായി സംസാരിച്ചു. അതുപോലെ ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുമായിട്ടും സൗദി ഭരണാധികാരി സംസാരിച്ചതായിട്ടാണ് നമുക്ക് നിലവിൽ വിവരം ലഭിക്കുന്നത്. അതിനിടെ ട്രംപ് തന്റെ നിലപാടുകൾ കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയും
നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചു. അതായത് ട്രംപ് പറയുന്നത് നിരവധി വാർത്തകൾ സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ അല്ലാതെയും ഒക്കെ തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ചില മാധ്യമങ്ങൾ, അദ്ദേഹം പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞത് വാൾ സ്ട്രീറ്റ് ജേർണലിൻ്റെയൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിൽ തീവ്ര ഇടതുപക്ഷ നിലപാടുകൾ പ്രചരിപ്പിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. ഇവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകും, ഇവരുടെ ലൈസൻസ് റദ്ദാക്കും എന്നുള്ള ഒരു വാക്കുകളുമായി ട്രംപ് രംഗത്ത് വന്നു. അതുപോലെ നെതന്യാഹുവിൻ്റെ വീഡിയോ AI ആണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 6 വിരലുകളുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്നിരുന്നു. ഇത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു മറ്റൊരു വീഡിയോ ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു കോഫി ഷോപ്പിൽ നിന്ന് കോഫി കുടിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഇതിൽ അദ്ദേഹം തൻ്റെ വിരലുകൾ ഉയർത്തിക്കാട്ടി തനിക്ക് 5 വിരലുകളുണ്ടെന്നും താൻ കൊല്ലപ്പെട്ടില്ല, ഇതെല്ലാം തെറ്റായ പ്രചരണമാണെന്നും വിശദീകരിക്കുകയായിരുന്നു. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. കെ പത്മകുമാറിനെതിരെ CPMന്റെ നടപടി. പത്മകുമാറിനെ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം നൽകിയ ശേഷം തുടർ നടപടി ഉണ്ടാകും. പത്മകുമാർ നൽകിയ വിശദീകരണം സമഗ്രമായി പരിശോധിക്കുമെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് പറഞ്ഞു. പത്മകുമാർ വിശദീകരണം തന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത്. ചോദിച്ചതിനുള്ള മറുപടികളുണ്ട്. അത് പാർട്ടി കമ്മിറ്റി വിശദമായിട്ട് പരിശോധിക്കും. പിന്നെ ചാർജ് ഷീറ്റ് കൂടി വന്നതിന് ശേഷമായിരിക്കും അതിൻ്റെ ലഘുഗുരുത്വം തീരുമാനിക്കാം. അതുവരെയും എല്ലാവിധ പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കും. അദ്ദേഹം എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കും. പാർട്ടി ചാർജ് ഷീറ്റ് കൂടി വന്നു കഴിഞ്ഞാൽ തീരുമാനമെടുക്കും. ഇല്ല, സസ്പെൻഡ് ചെയ്തിട്ടൊന്നുമില്ല. ശിക്ഷ നടപടിയല്ലേ. ശിക്ഷ നടപടിയിൽ എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് എന്നുള്ളത് ചാർജ് ഷീറ്റ് വരുമ്പോഴേ വ്യക്തമാവൂ. മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങൾ സംബന്ധിച്ചാണ് വിശദീകരണം ആവശ്യപ്പെട്ടത്. അദ്ദേഹം വിശദീകരണം തന്നിട്ടുണ്ട്. ഇല്ല, ചാർജ് ഷീറ്റ് കൂടി വന്ന ശേഷം നമ്മൾ തീരുമാനം എടുക്കത്തുള്ളൂ. അതുവരെയും എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കും. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെതിരെ പാർട്ടി നടപടി. അദ്ദേഹത്തെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുവാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. കുറ്റപത്രം കൂടി വന്നതിന് ശേഷമായിരിക്കും തുടർ നടപടി ഉണ്ടാവുക. ശശി നാരായണൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശശി, തൽക്കാലം ചുമതലകൾ ഉണ്ടാവുകയില്ല എന്നാണല്ലോ തോമസ് ഐസക് പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കാട്ടി മറുപടി നൽകിയതാണ് പാർട്ടിക്ക് പത്മകുമാർ. പക്ഷേ ഇക്കാര്യം പാർട്ടി പരിഗണിച്ചിട്ടേ ഇല്ല, അല്ലേ? മഞ്ജുഷ, തീർച്ചയായും. പക്ഷേ ഇത് പാർട്ടിയുടെ ശിക്ഷണ നടപടിയൊന്നും നമുക്ക് കരുതാൻ കഴിയില്ല. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക മാത്രമാണ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും പത്മകുമാറിനെ മാറ്റി നിർത്തുമെന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ തോമസ് ഐസക് വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ വിശദീകരണം പാർട്ടി ചോദിച്ചിരുന്നു. ആ വിശദീകരണം പത്മകുമാർ നൽകുകയും ചെയ്തു. അതിനി കുറ്റപത്രം വന്നതിന് ശേഷമായിരിക്കും അത് വിശദീകരണത്തിന് കൃത്യമായ ഒരു മറുപടി നൽകുക, ഒപ്പം നടപടിയിലേക്ക് കടക്കുക എന്നുള്ള കാര്യം. കുറ്റപത്രം ഈ ശബരിമല കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമായിരിക്കും അത് സംബന്ധിച്ചുള്ള ശിക്ഷണ നടപടികൾ പാർട്ടിയിൽ നിന്നുണ്ടാകുക. ഇപ്പോൾ നിലവിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സാഹചര്യത്തിൽ പത്മകുമാറിന്റെ വിഷയം UDFും BJPയും ചർച്ചയാക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ ഭാഗമായി എന്ന നിലയ്ക്ക് വേണം ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാട് നമ്മൾ കാണാൻ. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ രാഷ്ട്രീയപരമായുള്ള എല്ലാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പത്മകുമാറിനെ മാറ്റി നിർത്തി എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടിയുടെ വിവരങ്ങൾ നൽകിയത്. മുഖം രക്ഷിക്കുവാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ CPM എടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് UDFും BJPയും എതിർ പ്രചാരണം നടത്തുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ പത്മകുമാറിനെതിരെ CPM പോയിരിക്കുന്നത്. ഓൺലൈൻ തട്ടിപ്പ് പരാതിയിൽ കോൺഗ്രസ് നേതാവ് അറസ്റ്റിലായി. K സുധാകരന്റെ അടുത്ത അനുയായിയും കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയുമായ കല്ലിക്കോടൻ രാഗേഷാണ് അറസ്റ്റിലായത്. രാഗേഷ് പ്രസിഡന്റായ ലേബർ ബാങ്ക് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അക്കൗണ്ട് വഴി തട്ടിപ്പ് നടന്നുവെന്നാണ് കണ്ടെത്തൽ. 1 കോടിയിലേറെ രൂപ തട്ടിയെന്നാണ് പരാതി. തമിഴ്നാട് സ്വദേശിയാണ് പരാതി നൽകിയത്.
കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു. 13 വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി നൽകിയിരുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബമാണ് പരാതി നൽകിയിരുന്നത്. ഇതിൽ 4 കാര്യം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്നാണ് ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശം. ഭാര്യ മഞ്ജുഷയുടെ ഹർജിയിലാണ് നിർണായകമായ ഉത്തരവ്. മെയ് 30-നുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം PP ദിവ്യയുടെ ഔദ്യോഗിക ഫോൺ രേഖകൾ കൂടി പരിശോധിക്കണം എന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് എന്നാണ്. നേരത്തെ PP ദിവ്യയുടെ സ്വകാര്യ ഫോണിന്റെ വിവരങ്ങൾ മാത്രമായിരുന്നു അന്വേഷണ സംഘം അന്വേഷിച്ചത്. അതുപോലെ തന്നെ കുറ്റപത്രത്തിലെ വീഴ്ചകൾ അക്കമിട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രശാന്തനിൽ നിന്ന് കൈക്കൂലി സ്വീകരിച്ചു നവീൻ ബാബു എന്നുള്ള കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതിൽ പ്രശാന്തൻ നവീൻ ബാബുവിന് നൽകാൻ വേണ്ടി പണം സ്വരൂപിച്ചത് സ്വർണം പണയം വെച്ചായിരുന്നു. ഇതിന്റെ രേഖകൾ വേണം എന്നുള്ള കാര്യവും കോടതി നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ആശ്വാസം നൽകുന്നതാണ് കോടതിയുടെ ഉത്തരവ്. നേരത്തെ പലതവണ കോടതികളെ സമീപിച്ചുവെങ്കിലും അനുകൂല ഉത്തരവ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് കിട്ടിയിരുന്നില്ല. ഇവിടെ PP ദിവ്യക്കെതിരെയുള്ള അന്വേഷണത്തിൽ 4 കാര്യങ്ങൾ കൂടി അന്വേഷിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ തുടരന്വേഷണ ഉത്തരവിൽ കോടതി പറയുന്നത്. സുമേഷ് മോഗാട് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സുമേഷ്, എന്തെല്ലാമാണ് മറ്റു വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയിരുന്നത്? എന്തെല്ലാം കാര്യത്തിലാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്? മഞ്ജുഷ്, മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ തുടരന്വേഷണ ഹർജിയിലാണ് കോടതിയുടെ ഈ നിർണായകമായ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതിൽ ഈ കുറ്റപത്രത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഭാര്യ മഞ്ജുഷ ഈ കോടതിയെ സമീപിച്ചിരുന്നത്. ഇതിൽ പ്രധാനമായി പറയുന്നത് 4 കാര്യങ്ങളാണ്. അതായത് 13 വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഭാര്യ മഞ്ജുഷ കോടതിയെ സമീപിച്ചത്. അതിൽ 4 കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അതിൽ നേരത്തെ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2 ഫോൺ PP ദിവ്യ ഉപയോഗിക്കാറുണ്ട്. അതിൽ കുറ്റപത്രത്തിൽ സമർപ്പിച്ചതിൽ ഒറ്റ ഫോൺ, അതായത് പേഴ്സണൽ ഫോൺ രേഖകൾ മാത്രം, ഫോൺ വിവരങ്ങൾ മാത്രമാണ് ശേഖരിച്ചത്. അതാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയത്. പോരാതെ ഔദ്യോഗിക ഫോൺ വിവരങ്ങൾ കൂടി ശേഖരിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പൂർത്തീകരിക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതുള്ളത് ഈ സ്വർണം പണയം വെച്ചത്, അതായത് 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത് ഈ സ്വർണം പണയം വെച്ചായിരുന്നു ഈ പ്രശാന്ത് ബാബു ഈ കൈക്കൂലി കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതിന്റെ രേഖകൾ ഹാജരാക്കണം. മറ്റൊന്ന് പറയുന്നത് ഒക്ടോബർ 6-ന് ഈ പള്ളിക്കുന്നിൽ വെച്ച് ഇവർ തമ്മിൽ കണ്ടു എന്ന് പറയുന്ന ഒരു CCTV ദൃശ്യം നേരത്തെ കുറ്റപത്രത്തിൽ സമർപ്പിച്ചിരുന്നു. അതിന്റെ വിവരങ്ങൾ കോടതിയിൽ ഹാജരാക്കണം എന്നാണ് പറയുന്നത്. അതായത് ഈ നവീൻ ബാബു താമസിക്കുന്നത് പള്ളിക്കുന്നായിരുന്നു. വാടക ക്വാർട്ടേഴ്സിലാണ് നവീൻ ബാബു താമസിക്കുന്നത്. ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി എന്ന് പറഞ്ഞിരുന്നു. ഒക്ടോബർ 6-നായിരുന്നു ഇവർ കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ ഇതിന്റെ ദൃശ്യങ്ങൾ നൽകിയെങ്കിലും അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഹാജരാക്കണം എന്ന് പറയുന്നു. മറ്റൊരു കാര്യം പറയുന്നത്, ഈ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നത് വിജിലൻസിൽ പരാതി നൽകിയിരുന്നു. ഈ വിജിലൻസ് പരാതി നൽകിയാൽ അവരുടെ ഉദ്യോഗസ്ഥരുടെ മൊഴി കൂടി രേഖപ്പെടുത്തണം എന്നുള്ളതാണ് ഈ കോടതി കോടതി തുടരന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് 13 വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശരി സുമേഷ്, വ്യക്തമാണ്. 13 വീഴ്ചകളാണ് കുറ്റപത്രത്തിലും അന്വേഷണത്തിലും ഉണ്ടായിരുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബം ചൂണ്ടിക്കാണിച്ചു. അതിൽ 4 കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണം എന്നാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ആശ്വാസം നൽകുന്ന ഒരു ഉത്തരവാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,590, പവന് 1,16,720. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,045, പവന് 96,360. വെള്ളി ഗ്രാമിന് 270, കിലോയ്ക്ക് 2,70,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട്ലൈറ്റ്.